ശാരികെ, CBSE സ്കൂളിൽ ഇനി ഇംഗ്ലീഷ് വേണ്ട. പൊങ്ങച്ചൊക്കെ തീർന്നു. അപ്പോ CBSE സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടെ ഇംഗ്ലീഷിന്റെ തലതൊട്ടപ്പന്മാരാണെന്നല്ലോ ഭാവം. അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ എന്നാ തെലുങ്കാക്കിയോ? തെലുങ്കൊന്നും ആക്കിയില്ല, ഹിന്ദി. ഹിന്ദി നല്ലതാ, വളരെ നല്ല തീരുമാനം. അതായത് ഓപ്ഷൻ കൊടുത്തേക്കുവാ. മറ്റോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ അല്ലേ, എന്ത് ഇംഗ്ലീഷ് മാത്രമേ പറ്റുള്ളൂ. നിർബന്ധിതമായിട്ട് ഇംഗ്ലീഷ് തന്നെ പഠിക്കണം. CBSE-കാർ ഇംഗ്ലീഷേ പഠിക്കാവൂ. ടോയ്ലറ്റിൽ പോകുമ്പോഴും മേ ഐ ഗോ ടു ടോയ്ലറ്റ് സർ അങ്ങനെ ചോദിക്കണം. അങ്ങനെ തന്നെ ചോദിക്കണം. ഇപ്പം 9th ക്ലാസ് ഒരു ചെറിയ പരിഷ്കാരം കൊണ്ടുവന്നു കേട്ടോ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നു. എന്താന്ന് വെച്ചാൽ 9th ക്ലാസ്സിനും 10th ക്ലാസ്സിനുമുള്ള കുട്ടികൾക്ക് ഹിന്ദിയും ഇംഗ്ലീഷും ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശാരിക, ഇവിടെ നമുക്കറിയാം CBSE എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് സിലബസ് അല്ല, സെൻട്രൽ ബോർഡിന്റെ സിലബസ് ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി എന്ന് പറയുന്നത് വലിയ ടാസ്ക് അല്ല. കാരണം നമുക്കൊക്കെ സ്കൂളിൽ 1ാം ക്ലാസ്സിലും അല്ലെങ്കിൽ 5ാം ക്ലാസ് തൊട്ടൊക്കെ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈവൻ ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷ ആവുമ്പോഴും ഹിന്ദിയെ പാടെ അവോയ്ഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹിന്ദി തീരെ ഉപയോഗിക്കാത്ത തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകൾക്കാണ് ഇതൊരു പ്രശ്നമായിട്ടല്ലേ ഒരു വെല്ലുവിളി ആവാൻ പോകുന്നത്. അത് തന്നെയായിരിക്കും ഉദ്ദേശം. നമുക്കറിയാം ഈ ഹിന്ദി രാഷ്ട്രഭാഷ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഹിന്ദിയിൽ സംസാരിക്കണം എന്ന് വരെ പറഞ്ഞ ടീംസ് ഉള്ള നാടാണ്. കാരണം ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലുള്ളവർക്ക് ഇത് കൂടുതൽ ബാധിക്കും. കേരളത്തിൽ വലിയ പ്രശ്നം വരാൻ സാധ്യതയില്ല. കേരളം മറ്റേ മതേതരത്വം നന്നായിട്ട് ഫോളോ ചെയ്യുന്ന നാടാണെന്നാണല്ലോ വെയ്പ്പ്. അതിപ്പോൾ നമ്മളൊരു സിനിമയുടെ ഇത്ര നമുക്ക് മനസ്സിലായി. എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഇപ്പോൾ പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക, തെലുങ്കാന, ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അവരുടെ ആ ഒരു ഭാഷയോടുള്ള അവരുടെ അഭിനിവേശം എന്ന് തന്നെ പറയണം. ആഭിമുഖ്യമല്ല, അഭിനിവേശമാണ് അവർക്ക് വല്ലാത്തൊരു ഓവർ പാഷനാണ് ആ ഭാഷകളോടൊക്കെ. അതുകൊണ്ട് തന്നെ അവിടെ ഈ ഹിന്ദി മീഡിയമായിട്ട് വരുമ്പോൾ അവർ വല്ലാതെ അത് അവരുടെ ദേശീയതയെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭാഷയുടെ ഒരു നൈർമല്യത്തെ അത് ട്രിഗർ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഹിന്ദി അത്ര പിടുത്തമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രാൻസ്ഫറൊക്കെ ആയിട്ട് വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഹിന്ദി ഓപ്റ്റ് ചെയ്യുന്നത് വല്ലാത്തൊരു ദുഷ്കരമായ ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നത്. ഇംഗ്ലീഷ് ആയിരുന്നപ്പോൾ ഓൾ വേൾഡ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. കാരണം അത് ഇപ്പോൾ വേറെ ഒരു ലോക്കൽ ലാംഗ്വേജ് അറിയാത്ത ഒരാൾക്ക് മുറി ഇംഗ്ലീഷെങ്കിലും മനസ്സിലാവും. പറയാവുന്നവൻ നല്ല രീതിക്കാണ് ഇംഗ്ലീഷ് പറയുന്നെങ്കിൽ പോലും കേൾക്കുന്ന ഒരു ട്രേഡിലുള്ള ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. എന്നാൽ ഇപ്പോൾ ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയിക്കാൻ പൗർണമി ശ്രദ്ധിച്ചിട്ടില്ലേ, ബസ്സുകളെല്ലാം തമിഴിലാണ് എഴുതിയിരിക്കുന്നത്, ബസ്സിൻ്റെ ബോർഡ്സൊക്കെ. പക്ഷേ നമ്മൾ കേരളത്തിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിലും മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതും. അവിടെ എന്ന് പറഞ്ഞാൽ തമിഴിൽ മാത്രമേ, ബോർഡുകളൊക്കെ തമിഴിലാണ്. ഒരിടത്തും നമുക്കൊരു ഇംഗ്ലീഷ് ബോർഡ് കാണാൻ സാധിക്കത്തില്ല. ബാങ്ക് നോക്കിയാലും പലചരക്ക് കടകൾ നോക്കിയാലും ഈ പറയപ്പെടുന്ന പോലെ അമ്പലങ്ങൾ നോക്കിയാലും എല്ലായിടത്തും തമിഴിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. തിരിച്ച് ആന്ധ്രയിലോ തെലുങ്കാനയിലോ ഹൈദരാബാദിലോ ഒക്കെ നമ്മൾ ചെന്നാലും, ഇത് കർണാടകയിൽ ചെന്നാലും ഇതൊക്കെ തന്നെ അവസരിക്കുന്നു. ബാംഗ്ലൂർ മാത്രമേ കുറച്ച് വ്യത്യാസം തോന്നുന്നു അല്ലേ, കുറച്ച് ഇംഗ്ലീഷ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ CBSE സ്കൂളിൻ്റെ ഈ ഒരു മാറ്റം, അതായത് 9ൽ ഇപ്പോൾ തൽക്കാലം 9ഉം 10ലേക്കും കൊണ്ടുവന്നെങ്കിൽ ഇനി ഭാവിയിൽ അത് LKG തൊട്ട് അത് തീർച്ചയായിട്ടും അത് പ്രാബല്യത്തിൽ വരുമെന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം ഇതെല്ലാത്തിൻ്റെയും തുടക്കം ഈ ചെറിൽ നിന്നാണല്ലോ. ആദ്യം ഒന്ന് ജസ്റ്റ് ഒരു ടെസ്റ്റോസ് അടിക്കും, അതിനുശേഷം പിന്നെ അത് മൊത്തത്തിലാക്കും. അതിനൊരു പുറപ്പാട് തന്നെയാണ് ഇതിൻ്റെ ഒന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ തീർച്ചയായിട്ടും, കാരണം കഴിഞ്ഞ 93 വർഷമായിട്ട് ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്ന റൂളാണ് ഈ എന്താ പറയാ CBSE സിലബസിൽ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മറ്റൊരു ലാംഗ്വേജ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇത് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം 3-4 ദിവസമായി ഈ ഒരു വാർത്ത വന്നിട്ട്. ശരിക്കും അത് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവണം എന്നില്ല. ഇപ്പം ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷ് ചൂസ് ചെയ്യേണ്ടവർക്ക് ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം. പിന്നെ ഹിന്ദി കുറച്ചുകൂടെ പഠിക്കണം, അല്ലെങ്കിൽ ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ +1 +2 ഒക്കെ പോകുമ്പോൾ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ചില സ്കൂളുകൾ മലയാളം, ഹിന്ദി, അതുപോലെ തന്നെ ഫ്രഞ്ചും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ചില സ്കൂളുകൾ മറ്റ് ഭാഷകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവർ ഒന്നുകിൽ നിർബന്ധിതമായിട്ട് മലയാളം മാത്രം, അല്ലാന്നുണ്ടെങ്കിൽ ഹിന്ദി മാത്രം, അങ്ങനെയുള്ളൂ. കാരണം ഇംഗ്ലീഷ് ഓൾറെഡി അവിടെ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉള്ളതുകൊണ്ട് പിന്നെ അതിനെ സെക്കൻഡ് ലാംഗ്വേജ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഈ സ്കൂൾ തലങ്ങളിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് ആദ്യമായിട്ടാണ്. മാത്രമല്ല പണ്ടൊക്കെ പൗർണമി ഇപ്പം ഞാൻ സ്റ്റേറ്റ് മീഡിയമാണ്, മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. മറിച്ച് എൻ്റെ ബ്രദർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CBSE-കാരനാണ്. അന്ന് ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ട് CBSE സ്കൂളിൽ പഠിപ്പിക്കണം. ഇവൻ വന്നിട്ട് ഭയങ്കര ഇംഗ്ലീഷും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് ഭയങ്കര ജാട കളിക്കും വീട്ടിൽ. അപ്പോൾ ഞാനൊക്കെ എനിക്കും അത് ആ ഒരു ഭാഷയിൽ നിന്നാണ് സത്യത്തിൽ ഞാനിപ്പോൾ ഇത്രയും നന്നായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും, ഇംഗ്ലീഷ് സിനിമകൾ കാണും. ഇതിൻ്റെയൊക്കെ ഒരു ഉറവിടം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഷയായിരുന്നു ചെറുതിലെ. പക്ഷേ സ്റ്റേറ്റ് എന്നെ ഈ ലെവലിൽ എത്തിച്ചു. എനിക്കിപ്പോൾ ഇന്ന് ഇവിടെ വന്നിരുന്ന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്നെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചോണ്ട് മാത്രമാണ്. അതുകൊണ്ട് CBSE-ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം അത് നമ്മൾ വേറെ ചർച്ചയ്ക്ക് ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ ഇന്നും ഓർക്കുന്നു, ആലപ്പുഴയിലെ പ്രമുഖ സ്കൂളുകളിലൊക്കെ
ഇംഗ്ലീഷ് സംസാരിക്കാത്തതിന് മേൽ കുഞ്ഞുങ്ങൾക്ക് മുട്ടിനടി, ബോളിനേറി, Fine. ഇമ്പോസിഷൻ, ഫൈൻ, ഇതെല്ലാം ഫൈനുണ്ട്, ശരിക്കും ഫൈനുണ്ട്. അപ്പൊ നമ്മളിടാ ഇവർ അത് വീട്ടിൽ അവരൊന്ന് കരയുമ്പോൾ അമ്മ അതെന്താ അങ്ങനെ, അത് ടീച്ചർ ഞാൻ ടോയ്ലറ്റിൽ പോകാൻ നേരത്ത് ഇംഗ്ലീഷ് സംസാരിച്ചില്ല, അറിയാതെ മലയാളം സംസാരിച്ചു പോയി. കക്കൂസി പോകാൻ മുട്ടി നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, മലയാളി കുട്ടിയെ സംബന്ധിച്ചാൽ ടീച്ചറെ ഞാനൊന്ന് പൊയ്ക്കോട്ടെ കക്കൂസിലെന്ന് ചോദിക്കുന്നതിന് പകരം അവൻ മേ ഐ ഗോ ടു ടോയ്ലറ്റ് എന്ന് പറയാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കുട്ടികൾക്ക്, കുഞ്ഞു കുട്ടികളായിരുന്ന സമയത്താണ്. എൻ്റെ ബ്രദറിനൊക്കെ എനിക്ക് തോന്നുന്നു ഫൈനൊക്കെ കിട്ടണമെന്നാണ് എൻ്റെ ഓർമ്മ. സ്കൂളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അത്ര സ്ട്രിക്റ്റ് ആയിട്ടിരുന്ന കാലഘട്ടത്തിലാണ് CBSE സ്കൂളുകൾ വാഴ്ന്നിരുന്നത്. അന്നിപ്പോൾ കേന്ദ്രീയ വിദ്യാലയം ആയാലും അല്ലെങ്കിൽ ഈ മറ്റ് CBSE എയ്ഡഡ് സ്കൂളുകളായാലും ചെന്നാലും സ്ട്രിക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ്, അതായത് നമുക്ക് ഇംഗ്ലീഷ് വന്നിട്ട് പഠിക്കണമെങ്കിൽ CBSE സ്കൂളിൽ പോയാൽ മതി, ഇംഗ്ലീഷ് തുപ്പാം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ കാലം മാറ്റി ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വരുമ്പോൾ സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇനിയിപ്പോൾ എങ്ങോട്ട് പോകും CBSEക്കാർ? ഇനിയിപ്പോൾ ഹിന്ദി ആയിരിക്കും CBSEക്കാർ സംസാരിക്കുന്നത് അല്ലേ? അല്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ശരിക്കും ഇംഗ്ലീഷ് നന്നായിട്ട് ആകെ ഈ ഒരു CBSE പോകുന്നതുകൊണ്ട് ഇപ്പൊ നമുക്കറിയാം ലോകത്ത് എവിടെ ചെന്നാലും അല്ലെങ്കിൽ ഒരു 90% എബോ കൺട്രീസിൽ ചെന്നാലും നമുക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്, ഒരു ഭാഷയാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് മാത്രമാണ് ഇംഗ്ലീഷ്. അല്ലാതെ ഇംഗ്ലീഷിനെ വലിയ ആധികാരം ഇപ്പൊ നമ്മൾ ജനിച്ച സമയം മുതൽ നമ്മൾ നമ്മുടെ മദർ ടങ് ആയ മലയാളം പറയുന്നു, ചിലർ തെലുങ്ക് പറയുന്നു, ചിലർ ഹിന്ദി പറയുന്നു, തമിഴ് പറയുന്നു. അതിനെ അങ്ങനെ തന്നെ ഇപ്പം നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടേ ഇംഗ്ലീഷാണ് സംസാരിച്ചിരുന്നത്. നമ്മളെല്ലാവരും ഈക്വലി അതിൽ ഫ്ലുവൻ്റ് ആയിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ അല്ലാത്തതുകൊണ്ട് നമ്മൾ മലയാളം നല്ല രീതിയിൽ നമ്മൾ കാണാതെ പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രാമർ പഠിച്ചിട്ടോ ആണോ മലയാളം പറയുന്നത്? ഒരിക്കലും അല്ല. നമ്മളങ്ങ് പഠിച്ചു, ആ ചെറുപ്പം തൊട്ടേ കേട്ടത് പഠിച്ചു. പിന്നെ ഈ പറയുന്നത് ശരിയാണ്, നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ലാംഗ്വേജിനെ കൊണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ ശരിക്കും ഈ ഹിന്ദി എന്നതിനെ ഓപ്ഷൻ ആക്കി കൊണ്ടുവരുമ്പോൾ അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടോ ശാരിക? തോന്നുന്നുണ്ടോ? അങ്ങനെയും എനിക്ക് ചില സംശയങ്ങൾ ഇല്ലാതല്ല പറയാം. നമ്മളിനി പറഞ്ഞിട്ട് അതൊരു വിഷയമാകണമെങ്കിലും ചില സംശയങ്ങളുണ്ടാകും. കാരണം ഹിന്ദിയുടെ ഒരു സ്വാധീനം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണോ ഇതെന്ന് ചിലവർക്കെങ്കിലും, കുറച്ച് പഴകിയ വാർത്തകളൊക്കെ അനലൈസ് ചെയ്തിട്ടുള്ള പഠിച്ചിട്ടുള്ള വിദഗ്ധർക്ക് ചിലപ്പോൾ തോന്നും, അല്ലെങ്കിൽ അവർക്കറിയാം. ഒരു പക്ഷേ പോകെ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. കാരണം ഹിന്ദി മീഡിയം ആക്കുന്നവരുടെ മൊത്തത്തിൽ, അതായത് നമ്മുടെ രാജ്യം മുഴുവനും നോർത്തിലാണ് കൂടുതൽ ആൾക്കാർ ഹിന്ദി സംസാരിക്കുന്നത്, സൗത്തിൽ അങ്ങനെ ഹിന്ദി സംസാരിക്കുന്നവർ കുറവാണ്. എല്ലാവരും അവരുടെ ലാംഗ്വേജും, മലയാളികളാണെങ്കിൽ മലയാളം, ഒരുപാട് ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കുന്ന, അതുപോലെ തമിഴിലാണെങ്കിൽ തമിഴ്, തെലുങ്കിലാണെങ്കിൽ തെലുങ്ക്, ഹൈദരാബാദിലാണെങ്കിൽ ഈ പറയുന്ന കന്നഡയിൽ കന്നഡിക, അങ്ങനെയുള്ള ലാംഗ്വേജുകൾ സംസാരിക്കുന്ന നാട്ടിൽ ഹിന്ദി മീഡിയത്തിലേക്ക് വരുമ്പോൾ അത് ഇപ്പോൾ നോർമലി അവർ പറയുന്നത് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, ഹിന്ദി ഓർ ഇംഗ്ലീഷ് എന്നാണ്. ഭാവിയിൽ അത് ഹിന്ദി മാത്രമായി മാറുമോ എന്ന് നമുക്ക് ചിലപ്പോൾ തുടക്കമായിരിക്കാം ഇത്. ഇപ്പം നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് സ്കൂൾ, ഇപ്പൊ ശാരികയുടെ കാര്യം പറഞ്ഞു, ചെറുപ്പത്തിൽ പഠിച്ചത് ഗവൺമെന്റ് സ്കൂളാണ്. അന്ന് ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് മീഡിയം, ഇപ്പം ഗവൺമെന്റ് സ്കൂളുകളിലാണെങ്കിലും മാനേജ്മെന്റ് സ്കൂൾസിലാണെങ്കിലും 5 ഡിവിഷൻ ഉണ്ടെങ്കിൽ അതിൽ 4 ഡിവിഷനും മലയാളം മീഡിയം. ആ മലയാളം മീഡിയം എന്ന് ഉദ്ദേശിക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമേ അവിടെ ഇംഗ്ലീഷ് പേപ്പറായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഇംഗ്ലീഷ് ഈ സ്റ്റേറ്റ് സിലബസിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. ആ ഇംഗ്ലീഷ് മീഡിയത്തിൽ സംഭവിക്കുന്ന മലയാളം മാത്രമേ മലയാളമായിട്ടുള്ളൂ, ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഇംഗ്ലീഷിലാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ആ ഇംഗ്ലീഷിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗവൺമെന്റ് സ്കൂൾസിലാണെങ്കിലും മാനേജ്മെന്റ് സ്കൂൾസിലാണെങ്കിലും പണ്ടുണ്ടായിരുന്ന ആ ഒരു ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ എന്നുള്ളത് ഒരു മലയാളം മീഡിയം ഡിവിഷനായിട്ട് ഒതുങ്ങി ചുരുങ്ങുകയും ഇംഗ്ലീഷ് സ്റ്റേറ്റ് സിലബസിന്റെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷിന് വലിയ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണോ, അത് മനസ്സിലാക്കിക്കൊണ്ടാണോ ഈ ഹിന്ദിയും കൂടെ പിള്ളേർ പഠിക്കട്ടെ? കാരണം പെട്ടെന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹിന്ദി നമുക്കറിയാം വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് ഹിന്ദി എന്നാണ് പറയുന്നത്. പക്ഷെ അത് എഴുതാനും അത്രത്തോളം താല്പര്യം, അത് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് അത്രയും ഈസി ആയിട്ട് ഗ്രാബ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഇപ്പം മേ കോ കൈ എന്നൊക്കെ പറയുന്ന പോലെ അല്ല തേരാ മേരാ ഒരു ബിഗിനർക്കും പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് ഹിന്ദി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചോദിക്കാനുള്ളത് ഇപ്പം ഈ 94 വർഷമായിട്ട് അല്ലെങ്കിൽ 93 വർഷമായിട്ട് കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു CBSEയുടെ ഒരു പാരമ്പര്യം പെട്ടെന്ന് തകർത്തെറിഞ്ഞിട്ട് അവിടെ ഹിന്ദിയിലെ കുത്തിട്ട് ഇപ്പം പകരം വേറെ ഓപ്ഷൻസ് കൊടുക്കാൻ, ഹിന്ദിക്ക് പോലെ അവർക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് ഈസ് ആൻ ഓപ്ഷണൽ വെച്ചുകൊണ്ട് ബാക്കി നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇടാമായിരുന്നു. അത് ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾ പഠിക്കുന്ന ഭാഷകളുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടുന്ന് എല്ലാവരും നാട് വിട്ടു പോവാണല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ 28 ഒഫീഷ്യൽ ലാംഗ്വേജ്, ആ 28 ഒഫീഷ്യൽ ലാംഗ്വേജിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാമെന്നൊരു ഓപ്ഷൻ അവർക്ക് ഇടാമായിരുന്നു. പകരം എന്തിനാണ് ഹിന്ദി നിഷ്കർഷിച്ചിരിക്കുന്നത്? കാരണം രാഷ്ട്രഭാഷ എന്ന് ഇപ്പോഴും തർക്കം നടക്കുന്ന ഒരു സാധനമാണ്. ഹിന്ദി എങ്ങനെയാണ് രാഷ്ട്രഭാഷ ആകുന്നത് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിന്റെ പേരിൽ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഭാഷയുടെ കാര്യത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ, സൗത്തും നോർത്തും തമ്മിൽ. കാരണം ഈ പ്യുവർ ഹിന്ദി സംസാരിക്കുന്നവർ വളരെ കുറവാണ്. ഹിന്ദിയിൽ തന്നെ മറാഠി ഉണ്ട്, ഈ പറഞ്ഞ ഗുജറാത്തി ഉണ്ട്, പിന്നെ ഡൽഹിയിലെ ഹിന്ദി അല്ല മുംബൈയിലെ ഹിന്ദി സംസാരിക്കുന്ന, ഹരിയാനയിലെ ഹിന്ദി വ്യത്യസ്തമാണ്, പഞ്ചാബിലെ ഹിന്ദി വ്യത്യസ്തമാണ്. അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിലപ്പോൾ ഹിന്ദി എങ്ങനെയാണ് ഒരു കോമൺ ലാംഗ്വേജ്, ഒരു നാഷണൽ ലാംഗ്വേജ് ആയിട്ട് എങ്ങനെ ചൂസ് ചെയ്യാൻ
ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും അതിന്റെ പേരിൽ കോടതിയിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് എങ്ങനെയാണ് CBSE സെൻട്രൽ ബോർഡ് എങ്ങനെ ഇങ്ങനൊരു തീരുമാനത്തിൽ എത്തിയെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ രാഷ്ട്രീയ കളിയാണോ, ഒരു പൊളിറ്റിക്കൽ കളിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ പറഞ്ഞു? തീർച്ചയായും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മളൊരു സജഷൻ പറയുവാണ്, CBSEക്കാർക്ക് ചെയ്യാമായിരുന്നു ഇംഗ്ലീഷിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത്രയും ലാംഗ്വേജ് 28 ഒഫീഷ്യൽ ലാംഗ്വേജ് നമ്മുടെ നാട്ടിലുണ്ട്, അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അത് എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പോൾ ലിപികളില്ലാത്ത ലാംഗ്വേജ് എന്ന് പറയാം, അതിൽ നിങ്ങൾക്ക് ഹിന്ദി, തമിഴ്, തെലുങ്ക്, സൗത്തിലേക്ക് വരുമ്പോൾ ആ സ്റ്റേറ്റുകളുടെ ലാംഗ്വേജുകൾ വയ്ക്കാം, നോർത്തിലേക്ക് പോകുമ്പോൾ ആ സ്റ്റേറ്റുകളിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്യാമായിരുന്നു. പകരം ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് 93 വർഷത്തെ റൂള് മാറ്റി ഇംഗ്ലീഷിന് പകരം ഇംഗ്ലീഷോ ഹിന്ദിയോ എന്നൊരു ഓപ്ഷൻ വെച്ചത് ഉറപ്പായിട്ടും അത് വെറും ഒരു എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റിന് വേണ്ടി മാത്രമല്ല, പകരം അതിൽ എന്തോ ഒരു ഹിഡൻ അജണ്ടയുണ്ടോ എന്ന് ആൾക്കാർ സംശയിച്ചാൽ നമുക്കത് തെറ്റു പറയാനാവും.